ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പെരുന്നാൾ ഷോപ്പിംഗ് ആണ്. പെരുന്നാൾ ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് വീട്ടു സാധനങ്ങൾ മേടിച്ചത് നമുക്ക് ചുമ്മാ ഒന്ന് കണ്ടു നോക്കാവേ. ആദ്യം ചെയ്യേണ്ട നമ്മുടെ മുരിങ്ങയ്ക്ക, പിന്നെ അവിടെ ഒരു ഗ്ലാസ് സെറ്റ് കണ്ടിട്ടുണ്ട്. ഗ്ലാസ് സെറ്റ് കണ്ടപ്പോൾ പാത്രം കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് പണ്ടേ ഭ്രാന്തുള്ളതല്ലേ, അങ്ങനെ ഇത് നല്ല രസമുണ്ട് ചായ കുടിക്കാൻ, പിടിയുള്ള കപ്പ്. പിന്നെ എന്ന് പറഞ്ഞാൽ 3 സ്നിക്കേഴ്സ് ലഞ്ച് ബോക്സിൽ വെക്കാം. അതുവരെ ഇരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, ഇപ്പം തന്നെ മിക്കവാറും റെഡിയാകും. പിന്നെ സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം 3 പേർക്കും പാത്രം. ഇങ്ങനെ ചെറുതൊക്കെ കാണുമ്പം ഞാനിങ്ങനെ എടുക്കും, മാറി തിരിഞ്ഞൊക്കെ അവർക്ക് കൊടുത്തു വിടാവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ വാഫർ റോള് മേടിച്ചിട്ടുണ്ട്. വേറെ ഇത് ക്യാപ്സിക്കമാണ്, ഗ്രീൻ ക്യാപ്സിക്കം. പിന്നെ വെണ്ടയ്ക്ക, ഇതെല്ലാം ഇങ്ങനെ പാക്കറ്റായിട്ട്, ഒരു പാക്കറ്റ് ആവല്. പിന്നെ വാഷിംഗ് മെഷീൻ്റെ ലോഷൻ, പിന്നെ ഇത് അല്ലാതെ തറ തുടയ്ക്കുന്ന ലോഷനാണ്. പിന്നെ ഇത് സവാള, നമുക്ക് പിന്നെ ഡെയിലി ആവശ്യമായിട്ടുള്ളതല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ ചപ്പാത്തി, നമുക്ക് രാത്രിത്തേക്കുള്ളതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ റവ മേടിച്ചിട്ടുണ്ട്, ഉഴുന്ന് മേടിച്ചിട്ടുണ്ട്, കിഴങ്ങ് ഇവിടെ എപ്പോഴും ആവശ്യമുള്ള സാധനം. പിന്നെ ഒരു സ്ട്രോ മേടിച്ചിട്ട്, എന്തോ ഉദ്ദേശമൊന്നും അറിയത്തില്ല, കണ്ടപ്പോൾ അങ്ങ് മേടിച്ചത്. ജ്യൂസൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ സ്ട്രോ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കുടിച്ചു പോയാലോ എന്ന് വിചാരിച്ചങ്ങ് മേടിച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. അത് ഒത്തിരി മേടിച്ച് വെച്ചാലും അതങ്ങ് ചീത്തയായിപ്പോവും, അതുകൊണ്ട് ചെറിയ പാക്കറ്റ് അതൊക്കെ മേടിച്ചിട്ടുള്ളൂ. നമ്മുടെ ആട്ട, ചൗരിയാണ്, 3 പാക്കറ്റ് എടുത്തിട്ടുണ്ടാണ്, പറഞ്ഞത് ഇതിലെവിടെയോ കാണും. പിന്നെ സോയാബീൻ, നമ്മുടെ ഏറ്റവും ഇളയാളുടെ ഫേവററ്റ് സാധനമാണ് സോയാബീന്. പിന്നെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, മിൽക്ക് മെയ്ഡ്. ഇതൊക്കെ ഇപ്പം കൊണ്ടുവെക്കുന്ന കാണാം, നാളത്തേക്ക് ഇത് കാണുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ പാരച്യൂട്ടിൻ്റെ ഒരു ചെറിയ എണ്ണ. ഇതൊക്കെ സ്ക്രബ്ബറാണ്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ബ്രഷ്, ചെറിയ ബ്രഷ്. ഇത് വെള്ള എള്ളാണ്, വെള്ള എള്ള്. അതിൽ തന്നെ കറുപ്പും ഉണ്ടായിരുന്നു, അതിനകത്ത് കാണും. ഇതൊക്കെ ചെറിയ പാക്കറ്റുകൾ, അത് എപ്പോഴും നമുക്ക് ഉപയോഗം വരും, എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ എടുക്കാം. ഇതിനൊരു കംഫർട്ടിൻ്റെ ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, പിന്നെ അരിപ്പൊടി, ചെറുപയർ. ഇത് ടൂട്ടി ഫ്രൂട്ടിയാണ്, എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇടാവില്ല. പിന്നെ കടല എടുത്തിട്ടുണ്ട്. ഇവിടെ ഇടാൻ സ്ഥലം, ഇവിടെ ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിരിക്കും, അതുകൊണ്ട് ഒരു പേസ്റ്റ്. പിന്നെ പാത്രം കഴുകുന്നൊരു സ്ക്രബ്ബർ. പിന്നെ ഒരു നട്ട്സ് എടുത്തിട്ടുണ്ട്, ഉലുവ. ഇത് നമ്മുടെ വാനില എസൻസ് ആണ്, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ഇത് നമ്മുടെ പുട്ടുപൊടിയാണ്. ഇതൊക്കെ ഓരോ പാക്കറ്റ് വീതം എടുത്തുള്ളൂ, കാര്യം ഒരാഴ്ചത്തേക്ക് നമുക്ക് ഓരോ ദിവസങ്ങളിൽ എടുക്കാൻ പറ്റിയ ഒരു ഇതിലേ എടുത്തിട്ടുള്ളൂ. തീരുന്നതനുസരിച്ച് മേടിച്ചാൽ മതിയല്ലോ. പിന്നെ കുറച്ച് നാരങ്ങ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സംഭവം കണ്ടോ, ഞാനിപ്പോൾ പോയാൽ മേടിക്കുന്ന സംഭവം കുട്ടിപ്പപ്പടം. ചെറുതൊക്കെ ആകുമ്പോഴേ അവർക്ക് നല്ലതായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി എടുത്ത്. അല്ലെങ്കിൽ പപ്പടം കഴിച്ചോളൂ, എന്നാലും ഇത് കാണാൻ നല്ല ക്യൂട്ടില്ലേ. പിന്നെ വേറെ സംഭവം കാണിച്ചു തരാം. കുഞ്ഞിപ്പട്ടുണ്ടോ, 3 എണ്ണം 3 പേർക്ക്. ഇത് കുറച്ച് അച്ചാറൊക്കെ ഉള്ളപ്പോൾ അത് മാത്രമായിട്ട് ഇങ്ങനെ ലഞ്ചിനകത്ത് നമ്മൾ ഡയറക്റ്റ് വെക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഇങ്ങനെ കളറ് പിടിക്കും. അപ്പം ഇതിനകത്തൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുത്തു വിടാം, എന്താ വേണേലും ഇടാം. ഇത് കുഞ്ഞു പാട്ടയാണേ. പിന്നെ ഒരു ക്യാബേജ്. പിന്നെന്തുവാ, ഇതൊരു ക്രഷ്ഡ് ചില്ലിയാണ്. പിന്നെ സോഡ പൗഡർ, ഹാർപ്പിക്ക്. ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ കിട്ടാതെ പോയൊരു ചവരി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കറുത്ത എള്ളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് മുന്തിരി, പിന്നെ ഇഞ്ചി, മീറ്റ് മസാലപ്പൊടി. ഇതിവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഓർക്കാതെ എടുത്തതാണ്.
പിന്നെ തിരി, നമ്മുടെ കുക്കുംബറാണ് ഇത്. ഇനി കുറച്ച് സാധനമുള്ള മേടിക്കാനുണ്ട്. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ കുറച്ച് ബിരിയാണി അരിയൊക്കെ വേണമായിരുന്നു, അത് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.